നമസ്കാരം. ഒരു പാവയ്ക്ക തീയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എരിയും പുളിയും കയ്പ്പും മധുരവും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോഴും ഞാനിത് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാനിനകത്ത് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ചട്ടി ആകുമ്പോഴത്തേനുണ്ടല്ലേ, അതിൽ തന്നെ നമുക്ക് ആ കറി വെച്ചിരുന്ന് കഴിഞ്ഞാൽ പിറ്റേന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ദിവസം വെളിയിലിരുന്നാൽ നല്ലൊരു ടേസ്റ്റാണ് പിറ്റേന്നെടുത്ത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഇതെല്ലാം നന്നായിട്ട് വാടിയതിന് ശേഷം വേണം നമ്മൾ പാവയ്ക്ക ചേർക്കാനായിട്ട്. പാവയ്ക്ക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യുക. ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്യുക. അതുപോലെ ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഒഴിക്കുന്ന പുളി, ഈ പുളിവെള്ളത്തിലാണ് നമ്മൾ ഈ പാവയ്ക്ക വേവുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ട് അടച്ച് നമുക്ക് കുക്ക് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. കാര്യം നമ്മൾ ചട്ടിയിലായതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഇച്ചിരി കുറച്ചേ ഒന്ന് ചേർത്തിട്ടുള്ളൂ. അപ്പം കണ്ടില്ലേ, ഇതേപോലെ ഇരിക്കും. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ശർക്കര കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കാര്യം ഒരു നല്ലൊരു ടേസ്റ്റാണ് ശർക്കരയും കൂടെ ചേർക്കുന്നത്. ഇതുപോലെ ഇരിക്കും. അപ്പോൾ റൈസുമായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് സൂപ്പറാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് ബൈ.